ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ബേഡ്സിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ബേഡ്സിൻ്റെ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ കാണും, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത് ഫുഡ് കൊടുത്തിട്ടാണ്. അപ്പം ഞാൻ പറയാൻ പോകുന്നത് ബ്രീഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന ബേഡ്സ് ആണെങ്കിലും ഇച്ചിരിയും കൂടെ ബൂസ്റ്റ് ചെയ്യാം നമുക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ബ്രീഡിങ് ആവാത്ത ബേഡ്സിനെ നമുക്ക് എങ്ങനെ ബ്രീഡിങ്ങിന് വേണ്ടി റെഡിയാക്കാമെന്നും കൂടിയാണ് പറയുന്നത്. ബേഡ്സ് എന്ന് പറയുമ്പോൾ ഇന്ന ബേഡ്സ് എന്നൊന്നുമില്ല. ലവ് ബേഡ്സും കോക്ടെയിൽസും ആഫ്രിക്കൻ ലവ് ബേഡ്സും എല്ലാത്തിൻ്റെ ബ്രീഡിങ് ഒരേ രീതിക്ക് തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഒരു ബ്രീഡ് ആവാത്തത്. ചില ബേഡ്സ് ബ്രീഡ് ആയാലും അത് അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാതെ അവർ ചത്തുപോകാറുണ്ട്. ചിലത് എഗ്ഗ് കുറച്ചേ ഇടത്തുള്ളൂ, ചിലത് മുട്ടയിട്ടിട്ട് ഇറങ്ങിപ്പോകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നോർമലായിട്ട് രണ്ട് ബേഡ്സ് പെയർ ആയി കഴിഞ്ഞാൽ അവർ എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ വട്ടമാണ് ചിലപ്പോൾ എഗ്ഗ് വിരിയണമെന്നില്ല. നമ്മുടെ ബേഡ്സ് നല്ല രീതിക്ക് മുട്ടയിടണം, അതുപോലെ തന്നെ നല്ല കുഞ്ഞുങ്ങൾ തന്നെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല സൈസ് ഫുഡ് എപ്പോഴും അവർക്ക് ഫീഡ് ചെയ്യേണ്ടി വരും. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് ഫുഡ് വേറൊന്നുമില്ല, എഗ് ഫുഡാണ്. എഗ് ഫുഡ് കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും കൊടുക്കണം. അതും ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്താൽ മതിയാവും. അത് മാത്രമല്ല, നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അധികം നേരം ഇവരുടെ കൂട്ടിനകത്ത് വെക്കരുത്. 1 മണിക്കൂറിന് ശേഷം എടുത്ത് പുറത്ത് കളഞ്ഞേക്കുക. അത് വേറൊന്നും കൊണ്ടല്ല പെട്ടെന്ന് എടുത്ത് കളയണമെന്ന് പറയുന്നത്. ബ്രെഡും മുട്ടയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ലേ, വേറൊന്നുമില്ല. ഞാനൊരു ഷോർട്സായിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കിയാൽ മതി. എഗ് ഫുഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമില്ല, ഒരു എഗ്ഗ് പുഴുങ്ങി എടുത്തിട്ട് അതിൻ്റെ ഷെല്ലും പൊട്ടിച്ച് അതിനകത്ത് പൊടിച്ചിടുക. അതിന് മുട്ടയും ചോപ്പ് ചെയ്തിട്ട് അങ്ങ് ഇടുക. അതിനുശേഷം ബീട്രൂട്ടോ ക്യാരറ്റോ ചോപ്പ് ചെയ്തിടുക. എന്നിട്ട് വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ട് അത് ഇടുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ചീരയൊക്കെ ഉണ്ടെങ്കിലും ഇട്ടാൽ മതി. മിക്സ് ചെയ്ത് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിക്ക് കഴിച്ചോളും. നമ്മുടെ ഫീമെയിൽ ബേഡ്സിന് എപ്പോഴും ഈ കാൽസ്യം എന്ന് പറയുന്ന സാധനം വേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ആ മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ മുട്ടയുടെ തോട് കൊടുക്കുമല്ലോ പൊടിച്ച്, അത് അവർക്ക് എഗ്ഗ് ചെയ്യുമ്പം മുട്ട പൊട്ടിപ്പോകാതെ മുട്ടയുടെ കട്ടി കൂട്ടാനൊക്കെ സഹായിക്കും. അതുകൊണ്ട് അത് കൊടുക്കണം, അത് കളയരുതാരും. പിന്നുള്ളൊരു കാര്യമാണ്, ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായി കിടക്കുന്ന സമയത്ത് എഗ് ഫുഡ് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അത് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ മുട്ടയുടെ തോട് പൊട്ടിച്ചിട്ട് കൊടുക്കുമെന്നുള്ളത് ഒഴിവാക്കണം, അത് വേണ്ട. അല്ലാതെ നോർമലായിട്ട് എഗ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും. അതും അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ എഗ്ഗ് പൊട്ടിച്ചിട്ട് അതിൻ്റെ തോട് ഒഴിവാക്കിയിട്ട് അത് മാത്രമായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുത്താലും അവർ നല്ല രീതിക്ക് കഴിച്ചോളും. പിന്നെ എഗ് ഫുഡ് കൊടുക്കേണ്ട സമയം, അതായത് ഒന്നെങ്കിൽ രാവിലെ കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ വൈകുന്നേരം കൊടുക്കുക. രാത്രി സമയങ്ങളിൽ എഗ് ഫുഡ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്തൊരു ബ്രീഡിംഗ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ കടലയാണ്. കറിക്കടലയില്ലേ, അതിനകത്ത് കറുത്ത കളറുള്ള കറിക്കടലയുണ്ട്. അതാണ് ഏറ്റവും ബെസ്റ്റ് ഫുഡാണ്. ഞാൻ തന്നെ കുറേ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുറേ വീഡിയോസ്. അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ഫുഡിലൊന്നാണ്. അത് നമുക്ക് വേണമെങ്കിൽ പകുതി വേവിച്ചിട്ട് അത് നമുക്ക് കൊടുക്കാം ഡയറക്റ്റായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വെള്ളത്തിൽ ഇട്ട് വെച്ച് കുതിർത്തിട്ട് അത് കിളിർപ്പിച്ചിട്ട് ഇവർക്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇവർക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എങ്ങനെ കൊടുത്താലും അവരുടെ വയറ്റിൽ ചെന്നാൽ മതി. ഈ കറുത്ത കടല തന്നെ എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല, പ്രോട്ടീൻ ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്. ബ്രീഡിങ്ങിന് ഒത്തിരി സഹായിക്കുന്ന ഒരു ഫുഡാണിത്. ഏറ്റവും ബെസ്റ്റ് ഫുഡെന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇത് കൊടുക്കണം. അതുമാത്രമല്ല, ബേഡ്സിൻ്റെ ഹെൽത്ത് നല്ല രീതിക്ക് കൂടുന്നതാണ്. നിങ്ങൾ കടല ആദ്യമായിട്ട് കൊടുക്കുകയാണ്, അപ്പം ഇവർ ചിലപ്പോൾ കഴിക്കണമെന്നില്ല. മിക്കവാറും ബേഡ്സ് കഴിക്കാറില്ല. കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എഗ് ഫുഡ് കൊടുക്കുമ്പം ഈ കടല അതിനകത്ത് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിക്കകത്തിട്ട് ഒരു കറക്കൊക്കെ കറക്കി കഴിയുമ്പോൾ അത്യാവശ്യം ഒന്ന് മുറിഞ്ഞ് വരും, ഒന്ന് പൊടിഞ്ഞ രീതിക്ക് വരും. അങ്ങനെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ബ്രീഡിംഗ് ഫുഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ മുരിങ്ങയുടെ ഇലയാണ്. അതും ഇതുപോലെ തന്നെയാണ്. ഫസ്റ്റ് കൊടുക്കുമ്പോൾ ഇവർ കഴിക്കണമെന്നേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എഗ് ഫുഡിൻ്റെ കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കൂടിനുള്ളിലെ ഫുഡെല്ലാം എടുത്ത് മാറ്റിയ ശേഷം ഇവരെ കുറച്ച് നേരത്തേക്ക് വിശക്കാൻ വേണ്ടി വിട്ടിട്ട് അത്യാവശ്യം വിശന്ന് കഴിയുമ്പോഴത്തേനും ഇവർക്ക് ആ ഫുഡ് എടുത്ത് ഈ മുരിങ്ങയില എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിക്ക് കഴിക്കുന്ന കാണാൻ പറ്റും. അടുത്തൊരു ഫുഡെന്ന് പറഞ്ഞാൽ അത് ചെറുപയറാണ്. ചെറുപയർ എല്ലാവരുടെ വീട്ടിലും കാണും മിക്കവാറും. അതൊന്ന് കുതിർത്തിട്ടിട്ട് ഈ കടല പോലെ തന്നെയാണ്, കുതിർത്തിട്ടിട്ടൊന്ന് കിളിർപ്പിച്ചിട്ട് ഇവർക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഫുഡാണ്. ഇതും കടല പോലെ തന്നെയാണ്. പ്രോട്ടീൻ ഇതിനകത്ത് ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും കടലയും ബീട്രൂട്ടും ക്യാരറ്റും ചീര എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ബ്രീഡിംഗ് ടൈമിൽ എങ്ങനെയാണെങ്കിലും ഇതുപോലുള്ള ഫുഡുകൾ മിക്കവാറും സമയങ്ങളിൽ നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, തണുപ്പ് സമയങ്ങളിൽ ഇത് അധികമായിട്ടും കൊടുക്കരുത്. ഞാനിപ്പോൾ ഈ പറഞ്ഞേക്കുന്ന ഫുഡുകൾ മാത്രമല്ല ഇവർ കഴിക്കുന്നത്. ഇവർ ഫ്രൂട്ട്സൊക്കെ കഴിക്കും. നല്ല രീതിക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്ന ബേഡ്സാണ് ഇവരെല്ലാം. പിന്നെ ചോളം കഴിക്കും, ചീര, എല്ലാ സൈസ് ചീര ഇവർ കഴിക്കും. ചീര കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് കഴുകിയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നുള്ളത് നമ്മുടെ ഗോതമ്പുണ്ടല്ലോ, റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ്, അതൊരു ദിവസം കുതിർത്താനിട്ടിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് നല്ല രീതിക്ക് കഴുകണം. 2 തവണയെങ്കിലും കഴുകണം. അതിനകത്തൊരു വഴുവഴുക്കലുണ്ട്, അത് ഇവർക്ക് അത്ര ഇഷ്ടമുള്ള സാധനമല്ല. അതുകൊണ്ട് അത് നല്ലപോലെ 2 തവണ കഴുകിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ മുഴുവനായിട്ട് തന്നെ കഴിക്കുന്നതാണ്. ബ്രീഡിങ്ങിന് ഏറ്റവും അടിപൊളി ഒരു സാധനമാണ്.
അതെന്തായാലും മിസ് ചെയ്യാതെ കൊടുത്തു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. പിന്നുള്ളൊരു കാര്യം, ഈ ഫുഡെല്ലാം ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കരുത്. ഓരോ ആഴ്ചയിലും ഇത് മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞേക്കുന്ന ഫുഡുകളിലെല്ലാം കാൽസ്യം, പ്രോട്ടീൻ, വിറ്റമിൻ ഇ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ബ്രീഡിങ്ങിന് അത് ഒരുപാട് സഹായിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നെയും കൂടെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.